അല്ലെ ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഒരു സങ്കടമുണ്ടാകും. രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് പോവുകയാണോ എന്നുള്ള കാര്യത്തിൽ രാഹുലിന്റെ മനസ്സ് അത് വയനാടിനൊപ്പം ഉണ്ട് എങ്കിൽ പോലും രാഹുലിന് പകരക്കാരൻ ആരായിരിക്കണം എന്നുള്ള ചർച്ചകളും അവിടെ സജീവമാണ്. പ്രിയങ്ക ഗാന്ധിയുടെ കൂടി രാഹുലിനൊപ്പമുണ്ടല്ലോ. അപ്പോൾ ഈ വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരെങ്കിലും അത്തരമൊരു ആവശ്യം ഒരു രാഹുലിന് മുന്നിൽ അവതരിപ്പിക്കുമോ എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം. തീർച്ചയായും രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിലുള്ള ആത്മബന്ധം രാഹുൽ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വയനാട്ടുകാർക്ക് രാഹുൽ ഗാന്ധിയോട് ഇവിടെ തുടരണമെന്ന് അഭ്യർത്ഥിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. രാഹുൽ അഥവാ ACCയുടെ നിർബന്ധപ്രകാരം മാറുകയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് തന്നെയായിരിക്കും സാധ്യത. കാരണം അതും രണ്ട് തരത്തിലാണ്. രാഹുൽ ഗാന്ധിയുടെ ഒരു താല്പര്യം പ്രിയങ്ക അങ്ങനെ മാറുന്നത്, പ്രിയങ്ക ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അതിന് സാധ്യത കൂടുതലാണ്. മാത്രമല്ല പ്രിയങ്കയാണ് വരുന്നതെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആഭ്യന്തര തർക്കങ്ങളൊന്നുമില്ലാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. മാത്രമല്ല നെഹ്റു കുടുംബത്തിലെ ഒരാൾ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നത് ദക്ഷിണേന്ത്യക്ക് ഗുണം ചെയ്യും. ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും UP കേന്ദ്രീകരിച്ച് അത് നേരത്തെ തന്നെ ഉണ്ടായതിനേക്കാൾ മികച്ചൊരു മുന്നേറ്റം അവർക്ക് നടത്താനും കഴിഞ്ഞത് രാഹുൽ ഗാന്ധി ഉള്ളതുകൊണ്ട്. അപ്പോൾ ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് രാഹുൽ ഗാന്ധിയും ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് പ്രിയങ്ക ഗാന്ധിയും പ്രവർത്തിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഒരു ആത്മവിശ്വാസം നൽകുന്ന ഘടകമാക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ രണ്ട് പരിപാടികൾ, ഒന്ന് ഇടവണ്ണയിലാണ് രാവിലെ 10 മണിക്കാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പൊതുസമ്മേളനം നന്ദി പറയാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഇത് നിശ്ചയിച്ചിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം റോഡ് മാർഗം കൽപ്പറ്റയിലേക്ക് പോകും. 2:30 മണിക്ക് ശേഷമായിരിക്കും കൽപ്പറ്റയിലെ പരിപാടി എന്നാണ് അറിയാൻ കഴിയുന്നത്. രണ്ടിടത്തും അദ്ദേഹം എന്ത് പറയുന്നു, പ്രിയങ്ക ഗാന്ധി എന്ത് പറയുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ മലപ്പുറം വയനാട് ജില്ലകളിൽ ഇങ്ങനെ വ്യാപിച്ചേർക്കുന്ന ഒരു മണ്ഡലമാണല്ലോ ഇപ്പോൾ ഈ വയനാട് മണ്ഡലം. അപ്പോൾ ഏതൊക്കെ ഇടങ്ങളിൽ ഓടിയെത്താൻ കഴിയും ഈ ഒറ്റ ദിവസത്തെ, അത് മണിക്കൂറുകൾ മാത്രമുള്ളൂ അദ്ദേഹം കേരളത്തിലെന്ന് തോന്നുന്നു. അതെ, 2 ഇടങ്ങളിൽ മാത്രമാണ് ഇന്ന് പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്, ഇടവണ്ണയിലും കൽപ്പറ്റയിലും. അപ്പോൾ രണ്ടിടത്തും മണ്ഡലത്തിലെ കൂടുതൽ പ്രവർത്തകർ എത്തിച്ചേരും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇടവണ്ണ ഈ വയനാട്ടിലേക്ക് പോകുന്ന വഴിയിൽ കൂടി ആയതുകൊണ്ട് യാത്രയ്ക്ക് കൂടി സൗകര്യപ്പെടുന്ന ഒരു ഇടം കൂടിയാണ്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് മുസ്ലിം ലീഗിൻ്റെ കയ്യിലുള്ള മണ്ഡലമായ ഏറനാടിൻ്റെ ഭാഗമാണ് ഇടവണ്ണ. അപ്പോൾ അത്തരത്തിൽ ആ ഒരു തരത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന തരത്തിലേക്ക്, മാത്രമല്ല അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് കൂടി സൗകര്യപ്രദമാവുന്ന ഒരു വേദി എന്ന തരത്തിൽ ഇടവണ്ണയെ കാണുവാൻ കൽപ്പറ്റയാണെങ്കിൽ വയനാട് ജില്ലാ ആസ്ഥാനമായിട്ടുള്ള കേന്ദ്രമാണ്. അപ്പോൾ അവിടേക്കും കൂടുതൽ പ്രവർത്തകർ എത്തിച്ചേരുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇത് തന്നെയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും അതല്ലെങ്കിൽ അതിന് മുൻപായിട്ട് വരുമ്പോഴും ലഭിക്കാറുള്ളത് വലിയ സ്വീകരണമാണ്. അത് ഓരോ തവണ വരുമ്പോഴും അദ്ദേഹം ആദ്യം വരുന്ന തരത്തിലേക്ക് കൊടുക്കുന്ന സ്വീകരണം പോലെയാണ് അദ്ദേഹത്തിന് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തെ കാണുവാൻ കേൾക്കുവാനും ഒക്കെ മണിക്കൂറുകൾ ആളുകൾ കാത്തു നിന്നതും അദ്ദേഹത്തിൻ്റെ പരിപാടികൾ പങ്കെടുക്കാൻ വേണ്ടി ഒഴുകിയെത്തിയതുമൊക്കെ സമമായ ഒരു സ്വീകരണം തന്നെ. ഇതിനെല്ലാം അദ്ദേഹത്തിൻ്റെ ശരി അനുമോദം. എന്തായാലും ശബ്ദത്തിൽ ചെറിയൊരു പ്രശ്നം. എന്നാലും രാഹുൽ ഗാന്ധി രാവിലെ 9 മണിക്കാണ് കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് എത്തുന്നത്. എന്നാൽ 10 മണിക്ക് ഇടവണ്ണയിൽ പൊതുസമ്മേളനം പോലെ പ്രവർത്തകരോട് സംസാരിക്കും. അതിനുശേഷം ഉച്ചയ്ക്കാണ് 2 മണിക്ക് കൽപ്പറ്റയിലും വയനാട്ടിൽ എത്തി അവിടെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. തുടർന്ന് റോഡ് മാർഗം വീണ്ടും കണ്ണൂരിലേക്ക് എത്തി കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് രാഹുലിന്റെ യാത്രാ പ്ലാൻ. ഏറ്റവും ശ്രദ്ധേയം രാഹുലിനൊപ്പം പ്രിയങ്കയും ഉണ്ടാകും. ആ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിൽ രാഹുലിനേക്കാൾ കൂടുതൽ സമയം വയനാട്ടിൽ ചെലവിട്ട ആളുകൂടിയാണ്. അപ്പോൾ എന്നാണെങ്കിലും കാത്തിരിക്കാം എന്തൊക്കെ നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിൽ.